തിരുവിതാംകൂറിലെ രാജ്ഞിയായിരുന്ന റാണി പാർവതിഭായിയുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട നിർമ്മത കനാലാണ് പാർവതി പുത്തനാർ. മലയാളത്തിൽ പുത്തനാർ എന്നാൽ പുതിയ നദി എന്നാണ് അർത്ഥം. അങ്ങനെയാണ് പാർവതി പുത്തനാർ എന്ന പേര് നിലവിൽ വന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. നിരവധി മാലിന്യങ്ങളും കളകളും നിറഞ്ഞ് ഒട്ടും സഞ്ചാരയോഗ്യമല്ലാതെ മാറിയിരിക്കുന്നു. ആ പാർവതി പുത്തനാറിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കേരള ചരിത്രത്തിന്റെ ഭാഗമായ കനാൽ, ഇന്ത്യയിലെ ഏതൊരു നദിയേക്കാളും മനുഷ്യനിർമ്മിത കനാലുകളെക്കാളും ശുദ്ധമായ വെള്ളം ലഭിച്ചിരുന്ന കനാൽ, പണ്ടുകാലത്ത് ഏറ്റവും അധികം ശുചിത്വവും വൃത്തിയുള്ളതുമായ ഏക നഗരമായിരുന്നു തിരുവിതാംകൂർ. എന്നാൽ ഇന്ന് പാർവതി പുത്തനാർ ചിത്രത്തിലേയില്ല. ചരക്ക് ജലഗതാഗതത്തിനും വ്യവസായ മേഖലയ്ക്കും ഒരു കാലത്ത് വളരെയധികം ആശ്രയിച്ചിരുന്ന കനാലിന്റെ ഇന്നത്തെ അവസ്ഥ വളരെയധികം മോശമാണ്. മാലിന്യങ്ങളും കളകളും നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന അഴുക്ക് ചാലായി പാർവതി പുത്തനാർ മാറി. ഈ അവസ്ഥയിലും ബുദ്ധിമുട്ട് സഹിച്ച് കഴിയുകയാണ് ചുറ്റുമുള്ള ജനങ്ങൾ. ബുദ്ധിമുട്ട് രാത്രി 6 മണി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. കൊതുശല്യം കൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ നാറ്റം, കോഴി വേസ്റ്റ് ഇതെല്ലാം കൊണ്ട് തള്ളിയിരിക്കുകയല്ലേ, ഇവിടെ കൊണ്ട് തള്ളിയിരിക്കുക. അവര് വൈകുന്നേരത്ത് കൊണ്ട് സ്കൂട്ടർ കൊണ്ട് നിർത്തിയിട്ട് കൊണ്ട് തള്ളിയിട്ട് അതുകളൊക്കെ ശരി. മഴയൊന്നു പെയ്താൽ നിറഞ്ഞു കവിയും. മാലിന്യങ്ങൾ റോഡിലേക്കെത്തും. കുട്ടികളടക്കം നിരവധി ആളുകളും വാഹനങ്ങളും സഞ്ചരിക്കുന്ന വഴി. ഗതാഗത സംവിധാനത്തിലുണ്ടായ പുരോഗമനവും ജനങ്ങളും അധികൃതരും പുത്തനാറിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതും വലിച്ചെറിയുന്ന മാലിന്യങ്ങളും ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമായി. തുടർന്ന് നിരവധി രോഗങ്ങളും ചുറ്റും താമസിക്കുന്ന ജനങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നത് സ്ഥിരം കാഴ്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പുത്തനാറിനെ കുറിച്ചാണ്. അഴുക്കും ചാലിന് വെള്ളവും കൊതുവും എല്ലാം പിടിച്ചാണ് നമ്മൾ കിടക്കുന്നത്. 28 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുകയാണ്. കൊച്ചിന്റെ കാലില് ഇത് പുണ്ണുകളായി, എന്റെ കാലിലും ഒക്കെ പുണ്ണുമൊക്കെ ആയി, കൊതുവൊക്കെ അടിച്ച് ഭയങ്കര സ്മെല്ലാണ്. അതൊക്കെ കേട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഇതിന്റെ ഇടയിൽ കോർപ്പറേഷനൊക്കെ ഫോൺ വിളിച്ചിട്ടൊന്നും ഒരനക്കവും ഇല്ല. അവിടെ 3-4 പ്രാവശ്യം വിളിച്ചപ്പോഴൊന്നും ഒരു അനക്കവും ഇല്ല. അപ്പം പിന്നെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. എത്രയും നാളുകൊണ്ട് നമ്മൾ കൊതുവടിയും ഗ്യാസ് കൊണ്ട് കിടക്കണമെന്നറിയാം. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങളൊക്കെ. ആ പഴയതിനെക്കാട്ടി ഇത്തിരി കൂടെ മോശം തന്നെ, മോശമായിട്ട് തന്നെ ഇപ്പോഴും വരണത്. ഇത്തിരി കൂടെ ഇപ്പം വെള്ളത്തിലുള്ള ഇത്രയും വേസ്റ്റുകളെല്ലാം കൂടെ കയറി, കൊതുവും എല്ലാം വേസ്റ്റുകളും എല്ലാം കയറി കിടക്കുകയാണ്. ചെളിയും അങ്ങനെ ഒരു ഇതിലാണ് കിടക്കുന്നത്. എന്നാൽ അതിശയകരം എന്ന് പറയുന്നത് വിമാനത്താവളവും മാളും ആശുപത്രിയും അടക്കം ജനങ്ങൾ ധാരാളം സഞ്ചരിക്കുന്ന ഈ പ്രദേശത്തിന്റെ അവസ്ഥ കണ്ടാൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും. നമ്മുടെ ആറിന്റെ വികസനം 10-25 വർഷം മുമ്പ് ഈ മാലിന്യം കൂടി കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. പല രോഗങ്ങളും, വിട്ടുമാറാത്ത രോഗങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ മാലിന്യ കൂമ്പാരം. പാർവതി പുത്തനാറിന്റെ വികസനം നടന്നിട്ട് 6-7 വർഷക്കാലമായി. ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതി നമ്മുടെ സർക്കാരും ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉണർന്ന് പ്രവർത്തിക്കും. എങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇതിനു മുൻപ് പല പ്രാവശ്യവും പാർവതി പുത്തനാർ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2011 പുത്തനാറിലേക്ക് ബസ് മറിഞ്ഞ് 17 കുട്ടികളും ആയയും മരിച്ചു. ഈ സംഭവത്തിന് 6 മാസം മുൻപ് മറ്റൊരു അപകടത്തിൽ 6 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 2024 ജൂലൈ 28 പേട്ട പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് മറിഞ്ഞു. ജീപ്പിലുണ്ടായിരുന്ന 2 പോലീസുകാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുത്തനാറിൽ നിന്ന് മണൽ നീക്കം ചെയ്ത് ആഴം കൂടിയത് ഈ നടന്ന സംഭവങ്ങൾക്കൊക്കെ ആക്കം കൂട്ടിയെന്നും അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടിലും കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ഈ ഭാഗത്തെ റോഡ്. മഴയൊന്നു പെയ്താൽ ഇത് പുഴയായി. കുണ്ടും കുഴിയും അഴുക്കുവെള്ളവും ചുറ്റും പുല്ലും നിറഞ്ഞ റോഡ്. റോഡെല്ലാം ചള്ളായി കിടക്കുകയാണ്. അപ്പൊ ഈ റോഡൊന്ന് വൃത്തിയാക്കാനോ അതിനാണ് ആരും ഒരു അധികാരികൾ മുന്നോട്ട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ റോഡൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാനുള്ള ഒരു ഇത് നിങ്ങൾ കാണിക്കണം, നിങ്ങളുടെ മനസ്സുകൾ കാണിക്കാനുള്ളത്. പിന്നെ പാർവതി പുത്തനാർ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇതിന്റെ വെള്ളം കംപ്ലീറ്റ് ഇങ്ങോട്ട് പുറത്തോട്ട് വരാനും, അഴുക്കുകൾ കൊണ്ടിടാനും, പിന്നെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് തട്ടാനും, അതൊന്ന് ഈ പാർവതി പുത്തനാർ ഒന്ന് ക്ലീൻ ചെയ്യാനും അതിന് വേണ്ടിയുള്ള ഒരു ഇത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളത് മുന്നോട്ട് വരണം. കനാലിനുള്ളിലെ കാട്,
ചരിത്രം നിലനിന്ന പാർവതി പുത്തനാർ ഇന്നൊരു കാടായി മാറിയിരിക്കുകയാണ്. അധികൃതർ വേണ്ട രീതിയിൽ നടപടിയെടുക്കണം. ഇല്ലെങ്കിൽ ജനങ്ങൾ ഇതിനെതിരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങും. പുത്തനാറിന്റെ അവസ്ഥ മാത്രമല്ല, അതിനോട് ചുറ്റിച്ചേർന്ന് കിടക്കുന്ന റോഡിന്റെ അവസ്ഥയും ദയനീയം തന്നെയാണ്. സർക്കാർ റേഷൻ നൽകുന്നത് പോലെ മഴക്കാലമാകുമ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്കും ഒരു വള്ളം നൽകുന്നത് നല്ലതായിരിക്കും. മഴക്കാലമാകുമ്പോൾ ജനങ്ങൾക്ക് തുഴഞ്ഞെങ്കിലും എത്താമല്ലോ. സംരക്ഷിക്കപ്പെടേണ്ടത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടും അപകടങ്ങളിലേക്കും നയിക്കാം. അധികാരികൾ അധികാരം മാത്രം കൈക്കൊണ്ടാൽ പോരാ, വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവും കാണിക്കണം. ക്യാമറാമാൻ അജിത് എല്ലാറിനൊപ്പം അഞ്ജന ജെ അശോക്, ജനം.